പശ്ചിമ ബംഗാൾ കൂടി പിടിച്ചെടുത്തതോടെ വടക്ക് കിഴക്കൻ സംസ്ഥാനത്തെ അതിർത്തി സംസ്ഥാനങ്ങളെല്ലാം BJP തങ്ങളുടെ കൈക്കുള്ളിലാക്കി. ഒഡീഷയാകട്ടെ, ബംഗാളാകട്ടെ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളാകട്ടെ എല്ലാം അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഇനി അവർക്ക് അവശേഷിക്കുന്ന പടിഞ്ഞാറൻ അതിർത്തി സ്ഥിതി ചെയ്യുന്ന പഞ്ചാബാണ്. 117 MLA-മാരുള്ള പഞ്ചാബ്. അവിടെ നിലവിൽ 2 MLA-മാർ മാത്രമാണ് BJPക്കുള്ളത്. 92 MLA-മാരുള്ള ആം ആദ്മിയാണ് പഞ്ചാബ് ഭരിക്കുന്നത്. പഞ്ചാബ് പിടിക്കുക എന്നുള്ളത് BJPയുടെ ഇന്നും ഇന്നലെയും തുടങ്ങിയ ആഗ്രഹങ്ങളല്ല, പതിറ്റാണ്ടുകളായ ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അവർ മുമ്പ് ശിരോമണി അകാലിദളുമായി ചേർന്ന് പഞ്ചാബ് ഭരിച്ചിരുന്നു. 1ഉം 2ഉമല്ല, 10 വർഷം. ശിരോമണി അകാലിദളിന്റെ കൈയിരിപ്പ് കൊണ്ട് പിന്നീട് അവർക്ക് ഒരിക്കലും തിരിച്ചു കയറാൻ കഴിഞ്ഞിട്ടില്ല. BJPക്ക് വലിയ വളർച്ച പ്രാപിക്കാത്തൊരു സംസ്ഥാനമാണ് പഞ്ചാബ്. അതിനൊരു പ്രധാന കാരണം BJPക്ക് അവിടെ എടുത്തുയർത്താനും ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനും നല്ല മുഖങ്ങളില്ല, നല്ല നേതാക്കളില്ല എന്നത് തന്നെയാണ്. പക്ഷേ ആ കുറവ് അവർ കഴിഞ്ഞ ആഴ്ച നികത്തുകയുണ്ടായി. ആം ആദ്മിയുടെ പ്രധാനപ്പെട്ട മുഖമായ രാഘവ് ചദ്ദ BJPയിലേക്ക് ചേർന്നു. ഒപ്പം 7 MPമാരോട് ചേർന്നു. അങ്ങനെ 7 MPമാർ, പഞ്ചാബിൽ നിന്നുള്ള 7 MPമാർ ഈ BJPയുടെ ഭാഗമായി മാറിയപ്പോൾ പൊതുവെ അരവിന്ദ് കെജ്രിവാളിനോളം പോപ്പുലാരിറ്റിയുള്ള രാഘവ് ചദ്ദയായിരിക്കും പഞ്ചാബിൽ BJPയുടെ മുഖമായി മാറുക എന്നുള്ള വാർത്ത പുറത്തു വരുന്നു. ഒപ്പം തന്നെ ഹർഭജൻ സിംഗ് അടക്കമുള്ളവർ MPമാർ BJP പക്ഷത്തേക്ക് മാറി. ഇവരുടെ ഒപ്പം MLA-മാർ കൂടി അടർന്നു വരുമെന്നൊക്കെ ആയിരുന്നു വാർത്ത. പക്ഷേ ഇനി MLA-മാരെ അടർത്തി എടുക്കേണ്ട, പകരം ഈ ഒരു സ്ട്രാറ്റജിയിൽ മുൻപോട്ട് പോവുക. കാരണം ഇപ്പോൾ പഞ്ചാബ് തങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് BJP വിലയിരുത്തുന്നു. കാരണം ഈ 6 പേരും പ്ലസ് രാഘവ് ചദ്ദയും കൂടി 7 പേർ, ഈ 7 പേരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ 7 പേരെ നേതൃത്വനിരയിലേക്ക് ഇറക്കിക്കൊണ്ട് മുന്നേറാനാണ് ഇപ്പോൾ BJP ശ്രമിക്കുന്നത്. ഇതിന് സമാനമായ രീതിയിലുള്ള നീക്കം തന്നെയാണ് വെസ്റ്റ് ബംഗാളിൽ മുൻപ് അവർ നടത്തിയിരുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ സുവേന്ദു അധികാരി അടർത്തി എടുത്തുകൊണ്ടാണ് ബംഗാളിൽ BJP ഒരു വലിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചത്. അതിപ്പോൾ ഭരണത്തിലെത്തി നിൽക്കുന്നു. ഏതായാലും ഇത്രയും റിസ്ക് പഞ്ചാബിൽ വേണ്ടിവരില്ല എന്നവർ കരുതുന്നു. ഏതായാലും സഖ്യങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം ശ്രമിക്കേണ്ട എന്നൊരു നിർദ്ദേശമാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുക, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, മറ്റ് പ്രവർത്തനങ്ങളൊന്നും മുഴുകേണ്ടതായ ആവശ്യമില്ല എന്ന് കേന്ദ്രം നിർദ്ദേശം നൽകിയിരിക്കുന്നു. കാരണം ഇപ്പോൾ ഈ അതിർത്തി സംസ്ഥാനങ്ങൾ കേന്ദ്രം തന്നെ ഭരിക്കേണ്ട ആവശ്യകത ഇപ്പോൾ ആ സംസ്ഥാനങ്ങൾക്ക് ജനങ്ങൾക്കും ബോധ്യമായി തുടങ്ങി. കാരണം പഞ്ചാബിലൊക്കെ കഴിഞ്ഞ ദിവസം സ്ഫോടനങ്ങളും ആക്രമണ സംഭവങ്ങളും ഒക്കെ അരങ്ങേറിയിരുന്നു. ഭീകരവാദ സംഘടനകളൊക്കെ അവിടെ നുഴഞ്ഞു കയറാനും മറ്റുമൊക്കെ ശ്രമം നടത്തിയിരുന്നു. ഇത്തരത്തിലേക്ക് നിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പഞ്ചാബ് BJP ഭരിക്കണമെന്ന് പഞ്ചാബിൽ ഒരു വലിയ വിഭാഗം ജനങ്ങളും ആഗ്രഹിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.